ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. നാട്ടിൽ നിന്നൊക്കെ നിങ്ങൾ എവിടെ നോക്കിയാലും പിള്ളേര് എല്ലാവരും +2 കഴിഞ്ഞാൽ ഉടനെ തന്നെ ജർമ്മൻ പഠിക്കാൻ പോവുക. എവിടെ പോകാനാ? ജർമ്മനിക്ക് നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എടുക്കാനായിട്ട്. നിങ്ങൾ പലരും ഇത് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഇവിടെ വന്ന കുട്ടികളോടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ച് അവരോട് സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനിയും നാട്ടിൽ +2 കഴിഞ്ഞ് ജർമ്മനിയിലോട്ട് വരാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ട് എനിക്ക് കിട്ടിയ അറിവുകൾ ഷെയർ ചെയ്യണം തോന്നി. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ജർമ്മനിയിൽ 3 വർഷമാണ് കേട്ടോ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ഉള്ളത്. അത് മാത്രമല്ല, അവർക്ക് 1.5 വർഷത്തെ സ്റ്റേക്ക് ബാക്കോട് കൂടിയാണ് അവരിങ്ങോട്ട് വരുന്നത്. അതുപോലെ തന്നെ പക്ഷെ നമുക്ക് നിർബന്ധമായിട്ട് ലാംഗ്വേജ് മസ്റ്റാണ്, B2 മസ്റ്റാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു പുതിയ ലാംഗ്വേജാണ്. നമ്മുടെ മലയാളമായിട്ട്, നമ്മുടെ മാതൃഭാഷയായിട്ട് യാതൊരു ബന്ധവും ജർമ്മൻ ലാംഗ്വേജിനില്ല. അതുകൊണ്ട് നമ്മൾ ABCD തൊട്ട് എല്ലാം പഠിച്ച് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. ചുമ്മാ പഠിച്ചാൽ പോരാ, എഴുതാനും വായിക്കാനും നല്ലതായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വന്ന ഹൗസ് ബിൽഡിംഗ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ പിള്ളേരോട് ഇങ്ങനെ കുറേ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ, അവരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം നാട്ടിൽ നേഴ്സിംഗ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ എന്നാ പറയണേ, ഒരുപാട് കെയർ പ്ലാനുകൾ, അസസ്മെന്റുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ അതൊക്കെ എഴുതാനും പറക്കാനൊക്കെ അറിയണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ലാംഗ്വേജ് പഠിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. പക്ഷെ നമ്മുടെ ഇതൊരു ഡിപ്ലോമയായിട്ട്, ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഡിപ്ലോമയായിട്ട് നമുക്കിതിനെ എന്നാ പറയുക, താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. ഇവിടുത്തെ ഈ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ പ്രാക്ടിക്കലും അതുപോലെ കൃത്യമായ തിയറി ക്ലാസ്സുകളും എല്ലാം ഇവർക്കുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പം ഇവിടെ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്ന കുട്ടികളൊക്കെ വന്നിട്ട്, അവരുടെ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പഠിത്തമാണ് കേട്ടോ. നല്ല എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് പഠിച്ചാണ് അവർ ഈ 3 വർഷം കൊണ്ട് ഇറങ്ങുന്നത്. അത് മാത്രമല്ല, ഇപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ്? കുറച്ച് നാൾ ക്ലാസ് ആണെങ്കിൽ കുറച്ച് നാൾ പ്രാക്ടിക്കൽ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് 2500 മണിക്കൂറോളം അവർക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സും 2500 മണിക്കൂർ തിയറി ക്ലാസ്സുമാണ്. അതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രാക്ടിക്കൽ അവേഴ്സ് ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യുമല്ലോ, അതിന് നമുക്ക് ഇവിടെ ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് കിട്ടും. അത് ഏകദേശം കുട്ടികൾ പലരോട് ചോദിച്ചപ്പോൾ പല കണക്കാണ് പറഞ്ഞത്. അതായത് 1100 കിട്ടും ചേച്ചി ഒരു മാസം, അല്ലെങ്കിൽ 1400, 1500 വരെ ഞാൻ കേട്ടിട്ടുണ്ട്. 1500 രൂപയോളം ഇവിടെ വന്ന് നേഴ്സിംഗ് പഠിക്കുന്ന ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന കുട്ടികൾക്ക് കിട്ടും. ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും എനിക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ +2 കഴിഞ്ഞിട്ട് നേഴ്സിംഗ് പഠിക്കാനാണ് ജർമ്മനിയിലോട്ട് വരുന്നത്. ഇവർക്ക് സ്റ്റൈഫൻഡ് ഇത്ര രൂപ കിട്ടുന്നു. അത് മാത്രമല്ല, നമ്മളിപ്പോൾ താമസിക്കുന്നതിന് റെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെന്റ് ഈ പൈസയിൽ നിന്ന് വേണം ഇവർ കൊടുക്കാനായിട്ട്. ഇവരുടെ ചെലവുകളും ഈ ചെലവുകളും കഴിഞ്ഞ് ഓരോ ഇങ്ങനെ അലമ്പൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ അവരുടെ ചെലവുകൾ കഴിഞ്ഞ് ഒരു നല്ല തുക നാട്ടിലോട്ട് രക്ഷകർത്താക്കൾക്ക് സഹായമായിട്ട് അയച്ചു കൊടുക്കാനായിട്ട് ഈ കുട്ടികളെ കൊണ്ട് പറ്റുന്നുണ്ട് എന്നതാണ് ഏറ്റവും പറയേണ്ട ഒരു കാര്യം. എനിക്ക് വളരെ അഭിമാനം തോന്നി. കാരണം ഞാനൊക്കെ +2 കഴിഞ്ഞ് നേഴ്സിംഗ് പോയപ്പോൾ അവരോട് ഇങ്ങോട്ട് കാശ് മേടിച്ചതല്ലാതെ എനിക്കൊന്നും 1 രൂപ പോലും എൻ്റെ പേരൻസിന് കൊടുക്കാൻ സാധിച്ചില്ല. ആ സ്ഥാനത്ത് +2 കഴിഞ്ഞ് ജർമ്മനിയിൽ വരുന്ന കുട്ടികൾ മാസം അവർക്ക് കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്ന് ഒരു തുക അയച്ചു കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ തോന്നുന്നു കേട്ടോ. കാരണം അത്രയും നല്ലൊരു കാര്യമാണ്. കാരണം ഇവിടുത്തെ ഗവൺമെന്റ് നൽകുന്നത്. അപ്പം +2 ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ നിൽക്കുന്നവര് ഇനി എങ്ങോട്ട് പോകണം, നേഴ്സിംഗിന് പോകണോ, അങ്ങനെയൊക്കെ ഓർത്തിരിക്കുന്നവർ ഇപ്പോൾ ജർമ്മനിയിലോട്ട് വരാനൊക്കെ ആഗ്രഹമുണ്ടല്ലോ, നല്ല രീതിയിൽ ലാംഗ്വേജ് പഠിക്കുക. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. പഠിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന്, ഇപ്പം ഞാൻ നാട്ടിൽ നേഴ്സിംഗ് പഠിച്ച ആളാണ്. എനിക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതിനേക്കാളും ഒരുപാട് എളുപ്പമാണ് ഇവിടെ വന്ന് പഠിച്ച് ജോലി ചെയ്യുന്ന പിള്ളേർക്ക്. കാരണം ഇവിടുത്തെ രീതിയിലെല്ലാം പഠിക്കുന്നു. കാരണം ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ അറിയാം. കാരണം 3 വർഷം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവർ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. ഹോസ്പിറ്റലിൽ വരുമ്പോഴാണെങ്കിലും ഡ്യൂട്ടി അവർക്ക്. അതുകൊണ്ട് A to Z എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്ഷനോട് കൂടി, ഇപ്പൊ 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള നാട്ടിൽ നിന്ന് ഒരു നേഴ്സ് വന്ന് ഇവിടെ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് ജോലിക്ക് ചെല്ലുമ്പോൾ അവർക്ക് അറിവുണ്ട്. അവരോട് ചോദിച്ചാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനായിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, അങ്ങനെ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങോട്ട് ഇവിടെ വന്ന് പഠിക്കണം. അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്നോട് പലരും ഇങ്ങനെ കമന്റിലൊക്കെ ചോദിച്ചു ഇവിടുത്തെ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച്. അപ്പം എനിക്ക് നല്ലൊരു അഭിപ്രായമാട്ടോ എനിക്ക് പറയാനുള്ളത്. പിന്നെ ലാംഗ്വേജിന്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം പറയുന്നു, അത് പഠിച്ചിട്ട് വരിക. അത് പഠിച്ചില്ലേ നമുക്കിവിടെ ഭാഷ പഠിക്കാൻ ഭയങ്കര പാടാണ്.
അല്ലെങ്കിൽ നമ്മൾ പിന്നെ തിരിച്ചു പോകേണ്ടതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് വന്നിട്ട് പിന്നെ അയ്യോ എനിക്ക് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകേണ്ടതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഒരു അവസ്ഥ വരാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ച് നമ്മുടെ താമസ സ്ഥലങ്ങളും കാര്യങ്ങളും നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ മറ്റൊരാളെ വിളിച്ച് ചോദിക്കുകയോ നമ്മൾ പരിചയക്കാരെ ആരെയെങ്കിലും എങ്ങനെയെങ്കിലും തേടി പിടിച്ച് അന്വേഷിച്ച് പറക്കി കറക്റ്റ് ആയിട്ടുള്ള ഒരു അറിവോട് കൂടി മാത്രം ഇങ്ങോട്ട് വരിക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.